श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻറ്റ് ചാനൽ സാകേതം എന്ന പേരിൽ രാമായണ പുണ്യം എന്ന ഒരു പരിപാടി അവതരിപ്പിച്ചു വരികയാണ്. അതിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. ആധ്യാത്മ രാമായണം പോലെ വാൽമീകി രാമായണം വളരെ പ്രസിദ്ധമാണ്. വാൽമീകി ഋഷി പൂർവ്വജന്മത്തിൽ അല്ലെങ്കിൽ പൂർവാശ്രമത്തിൽ ഒരു പിടിച്ചുപറിക്കാരനായിരുന്നു എന്നാണ് പൊതുവെ സമ്മതമായിട്ടുള്ളത്. ഇക്കാര്യം കൂടുതലായിട്ട് കൃത്തിവാസ രാമായണത്തിലാണുള്ളത്. രത്നാകരൻ എന്നാണ് വാൽമീകിയുടെ പൂർവാശ്രമത്തിലെ പേരെന്ന് ആദ്യമായിട്ട് എഴുതിയത് ബംഗാളിലുണ്ടായ കൃത്തിവാസ രാമായണത്തിലാണ്. ഈ പിടിച്ചുപറിക്കാരനിൽ നിന്ന് സപ്തർഷികളുടെ മുന്നിലകപ്പെട്ട വാൽമീകി രാമമന്ത്രം ജപിച്ച് മൺപുറ്റിനകത്തായിട്ട് ഒരു നിതാന്ത തപസ്സിന് ശേഷം ആ പുറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ് യഥാർത്ഥ ഋഷിയായത്. ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും ഇത്തരം ദുർഘടമായ ഒരു കാലം കടന്നു പോകും. അവിടെ ഉണർത്ത് പാട്ടുണ്ടാകുമ്പോഴാണ് അയാൾ സമ്പൂർണ്ണ മനുഷ്യനാകുന്നത്. അതുപോലെ നമുക്കറിയാം രാമായണത്തിൽ അഹല്യയും അനേക കാലം ശാപം കൊണ്ട് പൊടിയും മഴയും മഞ്ഞും കാറ്റും കൊണ്ട് കിടന്ന് പിന്നീട് രാമസവിധം വന്നപ്പോഴാണ് അഹല്യ പഞ്ചകന്യക രത്നങ്ങളിൽ ഒരാളായത്. വാൽമീകിയുടെ ജീവിതവും ആ അർത്ഥത്തിലെടുത്താൽ ഒരു പുനർജന്മമാണ് എന്ന് പറയാം. നാരദർ വാൽമീകിയുടെ അടുത്ത് വന്നു. അങ്ങ് മനോഹരമായൊരു കാവ്യം എഴുതണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ നാരദരോട് ഒരു ചോദ്യം ചോദിച്ചു വാൽമീകി. ഞാൻ ആരെക്കുറിച്ച്, ഏത് മനുഷ്യനെക്കുറിച്ച് എഴുതണം? ഒരു നായകൻ വേണമല്ലോ, കഥാനായകൻ. അങ്ങനെയാണ് നാരദർ വാൽമീകിയോട് ഗുണവാനും വീര്യവാനുമായ ഏതാണ്ട് 16 ശ്ലോകങ്ങളിൽ ശ്രീരാമനെക്കുറിച്ച് പറയുന്നത്. കാന്വസ്മിൻ സാമ്പ്രതം ലോക ഗുണവാൻ കശ്യവീര്യവാൻ. അതിനുത്തരാണ് ഇക്ഷാകു വംശപ്രഭവോ ശ്രീരാമോ നാമ ജനൈശ്രുത. ഈ രാമനെക്കുറിച്ച്, ലോകത്ത് ബ്രഹ്മനിഷ്ഠനായ ഒരു മനുഷ്യനെക്കുറിച്ച്, സമ്പൂർണ്ണ മാനവികതയുള്ള ഗുണഗണങ്ങളുള്ള ഒരാളെക്കുറിച്ച് വാൽമീകി ഋഷി മനസ്സിലായി. അതിനുശേഷം ഋഷി ഒരു ദിവസം തമസയിലേക്ക് പോകുമ്പോൾ, പ്രഭാതവന്ദനത്തിന് ശിഷ്യരോടൊപ്പം പോകുമ്പോഴാണ് ക്രൗഞ്ചക്കാട്ടിൽ മിഥുനങ്ങൾ, ക്രൗഞ്ച പക്ഷികളിലൊന്നിനെ ഒരു വേടൻ അമ്പെയ്ത് കണ്ടത് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആ അമ്പ് ചെന്ന് തറച്ചത് ആൺകിളിയുടെ നെഞ്ചിലാണ്. മാ നിഷാദ പ്രതിഷ്ഠാം ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനോ ദേഹം അവധി കാമമോഹിതം. ആദ്യമായിട്ട് ലോകത്ത് ഛന്ദോബദ്ധമായ ഒരു ശ്ലോകം ഉണ്ടായത് ഈ ശ്ലോകമാണ്. മാ നിഷാദ, അരുത് കാട്ടാള. ആ മരത്തിൽ മേളിച്ചിരിക്കുന്ന പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് കൊന്നതുകൊണ്ട് നിൻ്റെ ജന്മം വിഫലമാകട്ടെ എന്നാണ് പ്രത്യക്ഷാർത്ഥം. പക്ഷേ ഈ ശ്ലോകത്തിന്, ഒരു ഋഷി പറയുന്ന വാക്കിന് ആന്തരികമായിട്ട് വലിയ തത്വമുണ്ട്. മാ എന്ന വാക്കിന് അരുത് എന്നതിനോടൊപ്പം ലക്ഷ്മി ദേവി എന്നർത്ഥമുണ്ട്. നിഷാദൻ, കാട്ടാളൻ. അതേപോലെ നിഷാദന് വിഷ്ണു എന്നും അർത്ഥമുണ്ട്. മാ നിഷാദൻ, ലക്ഷ്മി സമേതനായ വിഷ്ണു. ക്രൗഞ്ചമിഥുനങ്ങൾ അവിടെ രാവണനും മണ്ഡോദരിയുമാണ്. ആ ക്രൗഞ്ചമിഥുനങ്ങളിൽ ആൺപക്ഷിയായ രാവണനെ കൊന്ന ഹേ രാമ, അങ്ങയുടെ ജന്മം 10,000 ആണ്ടുകൾ നിലനിൽക്കട്ടെ എന്നും തത്വബോധനം ചെയ്താൽ ആ ശ്ലോകത്തിനർത്ഥം കാണാം. ഛന്ദസ്സിൽ ഉണ്ടായ ആ ശ്ലോകം തിരിച്ച് ആശ്രമത്തിലെത്തിയപ്പോഴാണ് അവിടെ സാക്ഷാൽ ത്രിമൂർത്തികളിൽ ബ്രഹ്മദേവനെ കാണുന്നത്. രാമായണം എന്നത് വെറും ഒരു കവിയിൽ നിന്നുണ്ടായ വെറും ഒരു കവിതയോ കഥയോ ഇതിഹാസമോ അല്ല. തികച്ചും ഈശ്വരീയമായൊരു രചനയാണെന്ന് ഈ 3 ഘട്ടങ്ങളിലും കാണാം.
രാമായണം എഴുതാൻ രാമനെക്കുറിച്ച് നാരദർ 93 ശ്ലോകങ്ങളിലാണ് ആദ്യ ദർശനത്തിൽ ബാലകാണ്ഡം വാൽമീകി രാമായണത്തിൽ നമുക്ക് കാണാം. 93 ശ്ലോകങ്ങളിൽ രാമായണത്തിൻ്റെ ഒരു ബ്രീഫ്, ഒരു സംക്ഷിപ്ത രൂപം നാരദർ വാൽമീകി കൊടുക്കുന്നു. അതായത് ശ്രീരാമൻ്റെ ജനനം തൊട്ട് യുദ്ധകാണ്ഡം കഴിഞ്ഞ് പട്ടാഭിഷേകം വരെ 93 ശ്ലോകങ്ങളിൽ ബാലകാണ്ഡത്തിൽ നാരദ മഹർഷി വാൽമീകിക്ക് രാമായണ കഥ പറഞ്ഞു കൊടുത്തു. വളരെ ചുരുക്കിയിട്ട് അതങ്ങനെ 24,000 ശ്ലോകങ്ങളായിട്ട് വർദ്ധിച്ചു. അവിടെയാണ് ബ്രഹ്മാവിൻ്റെ സാന്നിധ്യം നാം മനസ്സിലാക്കേണ്ടത്. ആശ്രമത്തിലെത്തിയ ബ്രഹ്മദേവൻ നാരദരോട് പറഞ്ഞു, അല്പം മുമ്പ് നിങ്ങളുടെ നാവിൽ നിന്ന് ഉണ്ടായ ആ ശ്ലാഘ്യമായത് എന്നാണ് ശ്ലോകമുണ്ടാകുന്നത്. അത് ലോകത്താദ്യത്തെ കവിതയാണ് ഋഷി. അങ്ങ് നാരദൻ പറഞ്ഞതുപോലെ രാമനെക്കുറിച്ച് ഒരിതിഹാസം രചിക്കണം. അങ്ങനെയാണ് 24,000 ശ്ലോകങ്ങളുള്ള ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥമായ രാമായണം ഉണ്ടാകുന്നത്. രാമായണത്തെപ്പോലൊരു കാവ്യം ലോകത്തൊരു ഭാഷയിലുമില്ല. അത്രയും പ്രകൃതി വർണ്ണനയായാലും അലങ്കാരങ്ങളായാലും ചലമക്കാരങ്ങളായാലും ദേവന്മാരും ഋഷികളും ഗന്ധർവന്മാരും പക്ഷികളും മൃഗങ്ങളും സകല ചരാചരങ്ങളും കഥാപാത്രമായിട്ട് ഒരു ഗ്രന്ഥവും നമുക്ക് കാണാൻ കഴിയില്ല. രാമായണം ആ ചൊല്ലിയ ശ്ലോകം കണ്ട് അത് ശ്ലോകമല്ല ശോകമല്ല എന്ന് ബ്രഹ്മാവ് വാൽമീകിയോട് പറയുകയാണ്. നാരദൻ ഉപദേശിച്ച് ബ്രഹ്മദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ആണ് 24,000 ശ്ലോകങ്ങൾ ഈ ഭാരതത്തിന് അഭിമാനിക്കാൻ വേണ്ടി ഋഷി എഴുതിയത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആരാണ് ലോകത്താദ്യമായിട്ട് രാമായണം? ഇന്നത്തെ കാലത്തൊരു പുസ്തകം എഴുതിയാൽ, ഒരു ഗ്രന്ഥം എഴുതിയാൽ അതിന് പ്രസാധകരുണ്ടാകും, പ്രകാശന ചടങ്ങുകളുണ്ടാവും, പുസ്തകത്തിൻ്റെ പ്രകാശനം. അത് അനേകം മീഡിയകൾ വഴി ആളുകൾക്ക് അറിയാൻ കഴിയും. പക്ഷെ അക്കാലത്തോ ത്രേതായുഗത്തിൽ ആദ്യമായുണ്ടായ രാമായണം എങ്ങനെ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഭാരതം മുഴുവൻ പടർന്നു പന്തലിച്ചു? കാട്ടിൽ വെച്ചാണ് രാമായണം ഉണ്ടാകുന്നത്, എഴുതുന്നത് ഒരു വർണ്ണാശ്രമത്തിൽ. താൻ എഴുതിയ രാമായണം ആദ്യമായിട്ട് വാൽമീകി ഋഷി പഠിപ്പിച്ചത് രാമൻ്റെ മക്കളായ ലവകുശന്മാരെയാണ്. സീതാദേവി വാൽമീകിയുടെ ആശ്രമത്തിലാണ് രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ആശ്രമത്തിൽ വളർന്നു വന്ന സീതയുടെ ഇരട്ട മക്കളായ മൂത്തവനായ കുശൻ, രണ്ടാമനായ ലവൻ, ഒരേ സമയത്താണെങ്കിലും ആദ്യം ജനിച്ചത് കുശനാണ്. ഈ 2 ഗന്ധർവന്മാരെ പോലുള്ള ഗായകന്മാരെയാണ്. അസാമാന്യമാണ് അവരുടെ സ്വരഭേദങ്ങൾ, സ്വരസ്ഥാനങ്ങൾ. ആ കളകണ്ഠത്തിൽ നിന്ന് ഒഴുകി വരുന്ന നാദധാരകൾ വിസ്മയാവഹമാണ്. അത്രയും മനോഹരമായി പാടാൻ ഗന്ധർവന്മാർ പോലും നാണിച്ചു പോകും. ഈ കുട്ടികളെയാണ് ഋഷി ആദ്യമായിട്ട്, വാൽമീകി ആദ്യമായിട്ട് രാമായണം പഠിപ്പിച്ചത്. അവരുടെ ഗാനമധുരിമ, ഒരുപക്ഷെ ലവകുശന്മാരെ രാമായണ ഗായകർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആരാണ്? ഇവിടെ മലയാളത്തിലൊക്കെ പണ്ട് പാണനാരൊക്കെ പാടി നടന്നതുപോലെ ലവകുശന്മാർ ആ രാമായണം പാടി നടന്നിട്ട് അതെങ്ങനെ ഇത്രയും വലിയ പ്രചാരം നേടി എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഋഷിക്ക് മനസ്സിലായി, ഇത് കാട്ടിലുണ്ടായിട്ട് ഈ 2 കുട്ടികൾ മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല, ഇത് ലോകമറിയണം. ഒരു കാര്യം ലോകമറിയാൻ അത്രയും കഴിവുള്ളവരെ ഉപയോഗപ്പെടുത്തണം. ഈ ഇരട്ട കുട്ടികൾക്ക് കാഴ്ചയിൽ തന്നെ അപാര സൗന്ദര്യവും ഭംഗിയുമുണ്ട്. ആരെയും ആകർഷിക്കേണ്ട വാക്ചാതുര്യമുണ്ട്, സ്വരശുദ്ധിയുണ്ട്. 24,000 ശ്ലോകങ്ങളും തെറ്റാതെ പാടാൻ, വികാരഭരിതമായിട്ട് പാടാനുള്ള കഴിവുള്ള അസാമാന്യ പാഠവുമുണ്ട്. അങ്ങനെ ലവകുശന്മാർ ലോകത്താദ്യമായിട്ട് തൻ്റെ പിതാവ് രാമനാണെന്നും ആ പിതാവ് നായകനായ ഒരു മഹാകാവ്യമാണ് ഞങ്ങൾ പാടുന്നതെന്നും ആ കുട്ടികൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെയും ചില മഹിമകൾ അതിനുണ്ട്. തെരുവിലൂടെ
അവർ രാമായണം പാടിത്തുടങ്ങി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. അടുത്ത ഭാഗം നാളെ. നമസ്തേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ